اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيا إني ظننت أني ملاق حسابيا فهو في عيشة راضية في جنة عالية. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന രണ്ടത്താണി ശാഖയിലെ KNM-ൻ്റെ മുതിർന്ന നേതാക്കന്മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ സന്തോഷം തോന്നുന്ന ഒരു ശാഖ സംഗമത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ ഈ ഒരു സംഗമത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഓണപ്പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഇനി ഈ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. അത് ഭൂരിപക്ഷം ആളുകളും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊക്കെ ബോധ്യമുള്ള ഒരു സംഗതിയുമാണ്. ചില കുട്ടികൾ പരീക്ഷ എഴുതിയ പേപ്പർ അന്ന് തന്നെ സ്കൂൾ തുറന്ന് ആദ്യ ദിവസം കിട്ടുന്ന പേപ്പർ സ്കൂൾ വിട്ട് ഉടനെ വന്ന് നമ്മൾ വീട്ടിലേക്ക് അവർ വരുന്ന സമയത്ത് തന്നെ അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവർക്ക് പരീക്ഷയുടെ പേപ്പർ കിട്ടിയിട്ടുണ്ട് എന്ന്. വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളെ ആ പേപ്പർ കാണിക്കാൻ വേണ്ടി കുട്ടികൾ ഉത്സാഹത്തോടു കൂടി ശ്രമിക്കാറുണ്ട്. ആ പേപ്പറുകൾ ഓരോന്നും ഇപ്പച്ചി അമ്മച്ചി നോക്കി എനിക്ക് ഫുൾ A+ ആണ്, അല്ല എത്രയിലാണ് 20 ആണെങ്കിൽ 20-ൽ, അല്ല 50 ആണ് 50-ൽ ഔട്ട് ഓഫ് 50 എനിക്ക് കിട്ടിയിട്ടുണ്ട് ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ പേപ്പർ കാണിക്കുന്ന വിദ്യാർത്ഥികൾ. നമ്മുടെയൊക്കെ വീട്ടിലൊരു അനുഭവമാണത്. എന്നാൽ ചില പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ പോലും അറിയില്ല എന്ന് നമ്മൾ ചോദിക്കും, അല്ല ഇന്ന പരീക്ഷ നടന്നില്ലായിരുന്നോ, അതിൻ്റെ പേപ്പറിനെ പറ്റി ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ ആ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ആ പേപ്പർ കിട്ടിയത് നമ്മളെ അറിയിക്കുക പോലും ചെയ്യാതെ
വളരെ സ്വകാര്യമായി അത് വെക്കും. എന്തുകൊണ്ടാ? അതിൽ വിചാരിച്ചത്ര മാർക്കില്ല, അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു മാർക്ക് അവളോ അവനോ വിചാരിച്ചിട്ടില്ലാത്ത ഒരു മാർക്ക് അതിന് ലഭിച്ചതുകൊണ്ടാണ് ആ പേപ്പർ കിട്ടിയ വിവരം പോലും നമ്മൾ അറിയാതെ പോകുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ നാളെ നമുക്കൊരു പേപ്പർ കിട്ടാനുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇതേപോലെ നമ്മുടെ വീട്ടിലേക്ക് കുട്ടികൾ കയറി വരുന്നത് പോലെ സന്തോഷത്തോടുകൂടി കയറി വരുന്നതും വളരെ ദുഃഖത്തോടുകൂടി തലതാഴ്ത്തി കയറി വരുന്നതുമായ ഒരു രംഗം വിശുദ്ധ ഖുർആനും നമ്മളെ ഉണർത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആദ്യത്തെ കുട്ടി വളരെ സന്തോഷത്തോടു കൂടി വരാൻ കാരണം? ആ കുട്ടി വേണ്ടതുപോലെ ഇങ്ങനെ ഒരു പരീക്ഷ വരാനുണ്ട് എന്ന് കരുതി വേണ്ടതുപോലെ പ്രിപ്പറേഷൻ ചെയ്തു, അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് പേപ്പർ കിട്ടിയ സമയത്തും വളരെ കൃത്യമായി അവർക്ക് സന്തോഷത്തോടു കൂടി വരാൻ കഴിഞ്ഞത്. എന്നാൽ പേപ്പർ കിട്ടിയിട്ടും നമ്മളെ കാണിക്കാതിരുന്ന വിദ്യാർത്ഥി എന്തുകൊണ്ടാ? അവന് പരീക്ഷ ഉണ്ട് എന്ന് അറിയില്ലേ? അറിയാം. പക്ഷെ അതിനു വേണ്ടതായ വർക്കൊന്നും അവൻ ചെയ്യാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ആ കുട്ടിക്ക് നമ്മുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ പോയത്. എന്നാൽ ഇതേപോലെ ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നാളെ പരലോകത്തെത്തുന്ന സന്ദർഭത്തിൽ അവിടേക്ക് ചില ആളുകൾ അവരുടെ മുഖം നോക്കിയാൽ നാളിറ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അവര് അത്രമേൽ സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കാൻ കാരണം? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉമുഖറഊ കിതാബിയ. അവർക്ക് ആ ഗ്രന്ഥം കിട്ടുമ്പോൾ അവർക്ക് അവർ ജീവിച്ച കാലത്തുള്ള പ്രവർത്തനങ്ങളുടെ റിസൾട്ടായി അവർക്ക് ആ ഗ്രന്ഥം കിട്ടുന്ന സന്ദർഭത്തിൽ അവരെല്ലാവരോടും പറയും, ദാ വായിച്ചു നോക്കൂ, വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി അവരാളുകളെ ഇങ്ങനെ കാണിക്കണം. ഖുർആൻ പറയാണ് വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. അവരവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഓക്കെ, ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോ നമ്മൾ കുടുംബസമേതം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കി. ആ സന്ദർഭത്തില് നമ്മുടെ ഓരോരുത്തരുടെയും പേപ്പർ ഇങ്ങനെ കിട്ടുമ്പോ നമ്മുടെ കൂടെയുള്ള ഭാര്യ ഭർത്താവിനെ കാണിക്കുന്നു, ഭർത്താവ് ഭാര്യയെ കാണിക്കുന്നു, മക്കള് മാതാപിതാക്കളെ കാണിക്കുന്നു. ഇപ്പച്ചേ വായിച്ചു നോക്കിപ്പച്ചേ, എന്റെ വർക്കുകളെ സംബന്ധിച്ച് തൃപ്തികരമായ ഒരു വർക്കിന്റെ റിസൾട്ട് ഇതാ ഇപ്പച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പാക്ക് മക്കൾ കാണിച്ചു കൊടുക്കുന്നു, ഉപ്പ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നു. മക്കളെ, നിങ്ങളെ പോറ്റി, നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് നൽകി എന്റെ ജീവിതത്തെ കൃത്യമാക്കിയത് കൊണ്ട് ഇതാ എന്റേത് നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് മക്കൾ കാണിച്ചു കൊടുക്കുന്നു. ഭാര്യ ഭർത്താവിന്, ഉമ്മ ഉപ്പക്ക്, ഉപ്പ അമ്മച്ചിക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഒരു നല്ല രംഗം. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ. അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി അവരിങ്ങനെ കാണിച്ചു കൊടുക്കാൻ. എന്തുകൊണ്ടാ? നേരത്തെ ആ വിദ്യാർത്ഥി ചെയ്തതുപോലെ എന്തോന്ന് ചെയ്തിട്ടുണ്ടായല്ലോ. ഖുർആൻ പറയാണ്, ആ ആള് എന്തുകൊണ്ടാണ് ഇത്രയേറെ സന്തോഷത്തോടു കൂടി ആ കുടുംബത്തിലേക്ക്, അവരുടെ കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് അവര് പോകാനുള്ള കാരണം എന്താ? ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. അതെ, എനിക്ക് ഇങ്ങനെ ഒരു വിചാരണ, ഹിസാബ് വരാനുണ്ട് എന്നത് എനിക്കറിയാമായിരുന്നു. ഓക്കെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കണക്ക് നോക്കുന്ന ദിവസമുണ്ട്, കണക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു ദിനം വരാനുണ്ട് എന്ന ജീവിതത്തിൽ ബോധ്യമുള്ള ഒരു സഹോദരി, ഒരു സഹോദരന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയായിരിക്കും ഇവിടെ ജീവിക്കുക? വളരെ കൃത്യമായിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിലൊക്കെ നിർത്തിയിരിക്കുന്ന നമ്മുടെ സെയിൽസ്മാനോട് ആ മുതലാളി എന്താ പറഞ്ഞത്? എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ മാസത്തിന്റെ അവസാനത്തിൽ ഞാൻ ഇവിടുത്തെ കണക്കൊക്കെ നോക്കും എന്ന് പറഞ്ഞാൽ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ആ കടയിലുള്ള ആള്, അതിലെ സെയിൽസ്മാനും അവൻ എന്താ ചെയ്യാം? അവന് കൃത്യമായി അവന് കൊടുക്കാനുള്ളത് കൊടുക്കും, കൃത്യമായ കണക്ക് എഴുതി വെക്കും. എന്തുകൊണ്ടാ? നാളെ മുതലാളി വന്നിട്ട്, ഈ കടയുടെ ഉടമ വന്നിട്ട്, എന്നെ നിർത്തിയിരിക്കുന്ന ആള് വന്നിട്ട് എന്നോട് നാളെ ചോദിക്കും, ഇതിന്റെ കണക്ക് ചോദിക്കും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അവന് വളരെ കൃത്യമാക്കി അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ, ഇതേപോലെ ആ സന്തോഷത്തോടു കൂടി റബ്ബിന്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്ന ആ ആള് പറയാ, ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്ക് ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതാ. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായി എൻ്റെ ജീവിതത്തെ ഒന്ന് പ്ലാൻ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മളും ഒന്ന് പ്ലാൻ ചെയ്യണം. നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ജീവിതത്തെ കൃത്യമാക്കി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിൽ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ എത്തുമ്പോ സന്തോഷത്തോടു കൂടി നമുക്ക് ആ പുസ്തകം ആളുകൾക്ക് മുമ്പിൽ ഒന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് പ്ലാനിങ് വേണം. അതുകൊണ്ടാ നമ്മുടെ പ്രപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ തന്നെ പറഞ്ഞു, ജീവിതത്തിന്റെ ലക്ഷ്യമായി കരുതേണ്ടത് ഇവിടേക്കുള്ള തിരിച്ചുവരവാണ്. നീ ഇവിടുന്ന് പോകുന്നെങ്കിലും തിരിച്ചിങ്ങോട്ട് വരാനുണ്ട് എന്ന ബോധ്യത്തിലായിരിക്കണം. വളരെ കൃത്യമായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും ഹവ്വാബിയോടും പറയാണ്, നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, ഒരു നിശ്ചിത അവധി വരെ ആ ഭൂമിയിൽ നിങ്ങൾ താമസിച്ചോളൂ, അവിടുത്തെ വിഭവങ്ങൾ ആസ്വദിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഖാല ഫീഹാ തഹ്യൗന വഫീഹാ തമൂതൂന വമിൻഹാ തുഖ്രിജൂൻ, അവിടെ നിങ്ങൾ ജീവിക്കും, പിന്നെ നിങ്ങൾ മരിക്കും, പിന്നീട് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. ഈ ബോധ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും ഉണ്ടായിരിക്കണം എന്നതാണ് ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ബോധ്യമുള്ള ആളുകളാണ് നമ്മളൊക്കെ. ആ ബോധ്യമുള്ള ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ത്, ഫഹുവ ഫീ ഐശത്തിർ റാളിയ വഹുവ ഫീ ഐശത്തിർ റാളിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫീ അയ്യാമിൻ ഖാലിയ. ഓക്കേ, വളരെ കൃത്യമായി ഇങ്ങനെ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ എനിക്കിങ്ങനെ ഒരു വിചാരണ വരാനുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയ ആ മനുഷ്യനുണ്ടല്ലോ, ആ കുടുംബമുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് എന്താ? അവർക്ക് അല്ലാഹു തൃപ്തികരമായ ഒരു ജീവിതമാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഉന്നതമായ സ്വർഗമാണ് അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയ ഏറ്റവും അടുത്ത് കായികനികളുള്ള, തിന്നാനും കുടിക്കുവാനും ഒക്കെ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമുക്ക് കിട്ടണം. ഇതാ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സ്വർഗമാണ് നമുക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ട് കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ഒരു ചെവികൾക്കും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും വിഭാവനം ചെയ്യാൻ കഴിയാത്ത ആ സ്വർഗീയമായ സുഖം. അതാ നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കല് അത് നമുക്ക് കിട്ടണം. എന്താ ചെയ്യേണ്ടത്? ഇത്രയേ ചെയ്യാനുള്ളൂ. ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. വിശുദ്ധ ഖുർആൻ ഇനി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടോ, വമൻ അറാദൽ ആഖിറ വമൻ അറാദൽ ആഖിറ. നിങ്ങൾ എയിം വെക്കുന്നത് ആഖിറത്താണെങ്കിൽ എത്ര സിമ്പിളാ പടച്ചോന്റെ സംസാരം.
അള്ളാഹുവിന്റെ സംസാരം നോക്കി. വമൻ അറാദൽ ആഖിറ, ആഖിറത്താണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ തിരിച്ച് പടച്ച തമ്പുരാന്റെ അടുത്തേക്ക് പോയി അവിടെ എന്റെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തുന്ന ഒരു ദിവസമുണ്ട്, അവിടെ കൃത്യമായി എന്റെ കണക്ക് നോക്കും എന്ന ബോധ്യത്തോടു കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ, അതിൻ്റെതായ വർക്ക് ചെയ്യണം. അമല് ചെയ്യണമെന്നല്ല പറഞ്ഞു. സഅയ്, നമ്മള് ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ തവാഫ് കഴിഞ്ഞാൽ സഅയ് ചെയ്യും അല്ല. എന്തുകൊണ്ടാ? ആ സഅയ് അതിൻ്റെതായ ഒരു ഓട്ടാണ്, കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഓട്ടാണ്. അതുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് വസഅ ലഹാ സഅയഹാ, അതിൻ്റെതായ വർക്കുകൾ നീ ചെയ്യണം. ഫഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിക്കൊണ്ട്. ഫഉലൈക കാന സഅയുഹും മശ്കൂറാ, അപ്പോൾ അല്ലാഹു പറയാണ് അപ്പോഴാണ് അവന്റെ പ്രവർത്തനം ഏറ്റവും തൃപ്തികരമായ ഒരു പ്രവർത്തനമാണിത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ലക്ഷ്യം വെച്ചത് പരലോകമാണ്. നമ്മൾ ഈ രണ്ടത്താണി പ്രദേശത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ചിന്തകളുണ്ട്. പക്ഷെ പലതും നമ്മൾ അടക്കി പിടിച്ചിരിക്കുകയാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? നമുക്ക് എന്തൊക്കെ ആസ്വദിക്കാനുള്ള മോഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും അവർക്ക് പല നിലക്കുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ മോനോട് നമ്മൾ പറയാണ് മോനെ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ്. അവരത് മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാ? വമൻ അറാദൽ ആഖിറ, ആഖിറത്ത് ലക്ഷ്യം വെച്ചു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ആഖിറത്ത് ലക്ഷ്യം വെച്ച ആളുകൾ അതിനു വേണ്ടി പണിയെടുക്കുകയാണെങ്കിൽ അവരെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ബുദ്ധിമാനാ. നമ്മൾ പല ആളുകളെയും ഓല് ഭയങ്കര ബുദ്ധിമാനാട്ടോ, അല്ലെ ഓല് ഭയങ്കര ബുദ്ധിമതികളാ, ആ കുടുംബം ഭയങ്കര ബുദ്ധിയുള്ള കുടുംബ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്നാ അള്ളയും റസൂലും പറഞ്ഞ ബുദ്ധിമാന്മാരാരാ? അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിരിക്കുന്ന ബുദ്ധിമാന്മാരാരാ? അവര് ഈ ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താണ്. എന്ത്? അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കയ്യിസ് മൻ ദാന നഫ്സഹു, തന്റെ നഫ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുക. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ AI കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. നമുക്ക് വിചാരിക്കുന്ന ഓരോന്നും ഞൊടിയിട കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ, ആസ്വദിക്കുവാൻ നമുക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. എന്താ വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നമുക്കിങ്ങനെ പരസ്യങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മുടെ മനസ്സ് പോലും വായിക്കാൻ അറിയുന്ന സോഫ്റ്റ്വെയറുകൾ, ആപ്ലിക്കേഷനുകൾ രൂപപ്പെടുത്തിയ കാലമാണ്. എന്താ നിങ്ങളെ മനസ്സിന് ആഗ്രഹിക്കുന്നത്? നിങ്ങളെ മനസ്സെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് അതിലൊക്കെ നമ്മളെ എല്ലാവരെയും കുടുക്കിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ കൈകൊണ്ട്, നമ്മുടെ വിരൽ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന പലതും നമ്മൾ മാറ്റിവെക്കാണ്. മൻ അൽ കയ്യിസ് മൻ ദാന നഫ്സഹു, പിടിച്ചു വെക്കാണ്. എന്നിട്ടോ വഅമില ലിമാ ബഅദൽ മൗത്ത്, വഅമില ലിമാ ബഅദൽ മൗത്ത്. ആ ബുദ്ധിമാൻ നോക്കൂ പ്രിയപ്പെട്ട സഹോദരികളെ, സഹോദരിമാരെ, ആ ബുദ്ധിമാനായ മനുഷ്യനുണ്ടല്ലോ, അവൻ പ്രവർത്തിക്കുന്നത് ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള വർക്കാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് ബുദ്ധിമാൻ. തൻ്റെ മരണശേഷം എനിക്ക് കിട്ടേണ്ട ഓരോന്നും നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ബുദ്ധിമാനെന്ന്. അൽ ആജിസ്, എന്നാൽ പരാജയപ്പെട്ടവനാരാ? മൻ അത്ബഅ നഫ്സഹു ഹവാഹു, എന്താണ് അവന്റെ മുമ്പിലേക്ക് വരുന്നത് അതപ്പ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് കണ്ടാസ്വദിക്കും. അതിന്റെ പിന്നാലെ അവന്റെ നഫ്സ് എന്താണോ പറയുന്നത് ആ നഫ്സിന് പിന്നാലെ, അവന്റെ ഇച്ഛയ്ക്ക് പിന്നാലെ അവൻ അങ്ങനെ സഞ്ചരിക്കും. എന്നിട്ട് അവനിങ്ങനെ ആഗ്രഹിക്കും, അല്ല കുറച്ചു ദിവസമല്ലേ
ഇതൊന്നും കണ്ടാലൊന്നും അള്ളാഹിന്റെ ശിക്ഷ ഉണ്ടാവില്ല, ഇൻഷാ അല്ലാഹ് നാളെ രക്ഷപ്പെടും എന്നിങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ തെറ്റുകൾ ചെയ്ത് അവന്റെ ഇച്ഛകൾക്കനുസരിച്ച് അവൻ അങ്ങനെ പോയി ഒരു നിലക്കുള്ള പശ്ചാത്താപ മനസ്സുമില്ലാതെ അവസാനം ഞാൻ രക്ഷപ്പെടുമല്ലോ എന്നുള്ള ബോധ്യത്തില് ആ ആഗ്രഹത്തില് അങ്ങനെ കഴിഞ്ഞു പോകുന്ന ആള്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരാണ് പരാജയപ്പെട്ട ആള് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തണം. അപ്പൊ നമ്മൾ ആരാണ്ടി? സഹോദരിമാരെ, സഹോദരങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന യുവതികളോടും യുവാക്കളോടും നമ്മൾ ആലോചിക്കേണ്ടതാ. നമ്മുടെ ഉമ്മാരും ഉപ്പാരൊക്കെ അൽഹംദുലില്ലാ അവര് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കേട്ട് ജീവിതത്തെ എങ്ങനെ നല്ല രൂപത്തിൽ കൊണ്ടുപോകുന്ന ആളുകളാണ്. എന്നാൽ ന്യൂജൻ, പുതിയ ജനറേഷൻ ഈ പളപളകൾക്ക് പിന്നാലെ, ഈ ആനന്ദങ്ങൾക്ക് പിന്നാലെ, ഈ ലോകത്ത് കാണുന്ന നശ്വരമായ നൈമിഷികമായ ഇൻസെന്റായ ഒരുപാട് സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകുന്ന പുതിയ തലമുറയിലെ ആളുകൾ ഒന്ന് മനസ്സിലാക്കാം. നമ്മൾ ആരാണ്ട്? ബുദ്ധിമാനാണോ? നമ്മൾ ആകേണ്ടതെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സംഗതി ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മരണശേഷം നമുക്ക് എന്ത് കിട്ടണം എന്ന് നമ്മൾ എഴുതിക്കാം. ഇപ്പൊ നമ്മള് ന്യൂജൻ വിദ്യാർത്ഥികളൊക്കെ തങ്ങളുടെ റൂമിൽ എഴുതി വെക്കും അവരുടെ എയിം, ഗോൾ, ഞാൻ എന്തായിത്തീരണം. ആ ഗോൾ എഴുതി വെക്കൂലേ? അതേപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഗോൾ നമ്മൾ എഴുതി വെക്കണം. എന്റെ മരണശേഷം എനിക്ക് ആ പുസ്തകം കിട്ടുമ്പോ വലത് കൈയിൽ കിട്ടി എന്റെ കുടുംബങ്ങളിലേക്ക് സന്തോഷത്തോടു കൂടി ഓടിപ്പോകുന്ന ആ ഒരു സുന്ദരമായ ദിവസം ആ അന്ന് അള്ളാഹു എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയമായ ആരാമത്തിൽ എനിക്ക് സുന്ദരമായി കഴിയണം എന്ന് നമ്മൾ അവിടെ എഴുതി വെക്കണം. അതിനു വേണ്ടി വർക്ക് ചെയ്യണം പ്രിയപ്പെട്ട സഹോദരിമാരെ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യട്ടെ? ഫൽയഅമൽ അമലൻ സാലിഹാ, അവർ നല്ല പ്രവർത്തികൾ ചെയ്യട്ടെ. അതായത് അമല് പോരാ, അമലു സ്വാലിഹാത്ത് വേണം. അമലു സ്വാലിഹാത്ത് ആകണമെങ്കിൽ അള്ളയും റസൂലും പറഞ്ഞത് അള്ളാഹുവിൻ്റെയും തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് നാളെ പരലോകത്ത് ഇതിന്റെ പ്രതിഫലം കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാ അമലു സ്വാലിഹാത്താകാം. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇഷ്ടംപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും അമലു സ്വാലിഹാത്താവില്ല. നല്ല പ്രവർത്തനം, ആളുകൾക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും മനസ്സിൽ ഇങ്ങനെ ഒരു വിചാരമില്ല. എന്ത്? നാളെ റബ്ബിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണ്, എനിക്ക് ഇതുവഴി നാളെ പ്രതിഫലം ലഭിക്കണം എന്ന ആഗ്രഹത്തിലല്ല അവരൊന്നും ചെയ്യുന്നത്. വിശ്വാസമില്ലാത്ത ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹിനെ കണ്ടുമുട്ടണോ? നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചം അഖിലവും പടച്ച് പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ, ആ പടച്ച തമ്പുരാനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, കണ്ടുമുട്ടണമെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ, നല്ല പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുക. വലാ യുശ്രിക ബിഇബാദത്തി റബ്ബിഹി അഹദ, ആ റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അതായത് റബ്ബിൽ കൃത്യമായ വിശ്വാസത്തോടു കൂടി പ്രവർത്തനങ്ങളുടെ ഒന്നാമത്തെ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസമാണ്. വിശ്വാസം ക്ലിയർ ആകണം, എന്നിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇപ്പൊ ഞാൻ അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു സഹോദരൻ, അവരാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുക എന്ന് വിശ്വസിക്കുന്ന ആളുകളും അവരും നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. മുദബ്ബിറുൽ ആലം ആരാണ്? മടവൂരിലെ CM ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരും അമലുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അമലു സ്വാലിഹാത്താവൂല. എന്തുകൊണ്ടാ? ആ വിശ്വാസം തകർന്നുപോയത് കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തകർന്നുപോയ വിശ്വാസത്തിൽ നിന്ന് അവർക്ക് അമലു സ്വാലിഹാത്ത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ഏകനായ പടച്ചതമ്പുരാൻ, ഈ പ്രപഞ്ചത്തെ സകലമാനം നയിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാൻ നമുക്ക് എന്തൊരു പ്രയാസം ഉണ്ടായാലും നമ്മളെന്താ ആദ്യം ചെയ്യാം? നമ്മളെന്താ ചെയ്യാ? CM-നെ വിളിക്കല്ല, ജീലാനിനെ വിളിക്കല്ല,
ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനെ വിളിക്കല്ല, നമ്മൾ ആരെയും വിളിക്കുന്നില്ല. നമ്മൾ വിളിക്കുന്നത് അള്ളാഹുവിനെയാണ്, അള്ളാഹുവിനെയാണ്. അങ്ങനെ വിശ്വാസം ഉറപ്പിച്ച ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. നിങ്ങൾ വർക്ക് ചെയ്തോളൂ. അപ്പൊ നമ്മളിങ്ങനെ ആയിരിക്കും, നമുക്ക് വർക്ക് ചെയ്യാൻ എനിക്ക് അതിന് മാത്രം ഇപ്പം എന്തൊക്കെ ഉള്ളത്? സഹോദരിമാരെ, സഹോദരങ്ങളെ, അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആലോചിക്കുന്ന ഒന്നാണ്, എന്താ ഇപ്പൊ റബ്ബ് എനിക്ക് നൽകിയത് ദുനിയാവിലും. നമ്മൾ ആലോചിക്കും, എന്തൊക്കെ റബ്ബ് നിങ്ങൾക്ക് നൽകി? ഇന്നാ അഅ്തൈനാകൽ കൗസർ, നിനക്ക് ഞാൻ ധാരാളം നൽകിയില്ലേ പടച്ചോനെ. അള്ളാന്റെ റസൂലിനോട് അള്ള പറഞ്ഞാണെങ്കിലും ആ ആയത്ത് നമ്മളെ നേരെ ഒന്ന് വെച്ച് നോക്കി, എന്തൊക്കെയാ നമുക്ക് അള്ളാഹു നൽകിയത്? നമുക്ക് നല്ലൊരു വീട് പടച്ചോൻ നൽകി, നല്ലൊരു ഭാര്യയെ നൽകി, നല്ലൊരു ഭർത്താവിനെ നൽകി, നല്ലൊരു കുറച്ച് മക്കളെ നൽകി, നല്ലൊരു നാട് നൽകി, ആരോഗ്യം നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് നൽകിയിരിക്കുന്ന ഈ അമലുകൾ ചെയ്യാൻ പറ്റിയ ഈ ഭൂമിയിൽ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങളൊന്നെണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ലാ തുഹ്സൂഹാ, നിങ്ങൾക്കത് കണക്കാക്കാൻ കഴിയില്ല എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞാണ്. അതുകൊണ്ട് അള്ള പറഞ്ഞെന്താ വെച്ചോ, അള്ള പറഞ്ഞെന്താ, വബ്തഗി ഫീമാ ആതാകല്ലാഹു വദ്ദാറൽ ആഖിറ. സഹോദരിമാരെ, സഹോദരങ്ങളെ, പടച്ച തമ്പുരാൻ പറയാണ്, ഫബ്തഗി, നീ ആഗ്രഹിച്ചോ, നീ ആഗ്രഹിച്ചോ, ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ, നിനക്ക് അല്ലാഹു നൽകിയതിനെ കൊണ്ട് ആഖിറത്ത് നീ ആഗ്രഹിച്ചോ. പടച്ചോനെ, അപ്പൊ എന്താ നമുക്ക് നൽകിയ, എന്താ നമുക്ക് നൽകിയ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കിട്ടിയ നിഅമത്തുകളെ കൊണ്ട് ആഖിറത്തിനെ ഒന്ന് ആഗ്രഹിച്ചു നോക്കി. അപ്പൊ നമ്മുടെ നിഅമത്തുകൾ എത്രയാ? ഇഷ്ടം പോലെ നിഅമത്ത് ആസ്വദിക്കുന്ന ആളുകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മുടെ ഈ ആരോഗ്യം കൊണ്ട് ഇബാദത്ത് നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആ പള്ളിയിലേക്ക് നടന്നു വരുന്നുണ്ടോ? ആലോചിക്കണം. നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നുകൊണ്ടും നീ അള്ളാഹുവിനെ ആഖിറത്ത് ആഗ്രഹിച്ചോ എന്ന് പറയുമ്പോ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ആരോഗ്യം കൊണ്ട് എനിക്ക് പടച്ച തമ്പുരാൻ നൽകിയ ഈ ആരോഗ്യം കൊണ്ട് പരലോകത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു. എത്ര ആളുകൾ ദഅവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ഒരു മാസക്കാലഘട്ടത്തിൽ ദഅവത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങിയ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഒരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയ എത്ര ആളുകളുണ്ടാവും? ചോദിക്കും. ഇനി വേണ്ട, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ രണ്ടത്താണി പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന സമയം അത്രയും എത്ര ജമാഅത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്? സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോ എത്ര ഭാര്യമാർ സ്വന്തം ഭർത്താക്കന്മാരെ എഴുന്നേൽപ്പിച്ച്, മക്കളെ എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന വീട്, നമ്മൾക്കുള്ള സൗകര്യങ്ങൾ, ജോലി, വാഹനം. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളുള്ള നമ്മൾ ആ അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗം വാങ്ങാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇല്ല എങ്കിൽ, നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളാണ് അൽ ആജിസ്, പരാജയപ്പെട്ട ആളുകളായി തീരുക. അതുകൊണ്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമാന്മാരാകൂ. നിങ്ങൾക്ക് അല്ലാഹു വബ്തഗി, എന്താണോ അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് അതുകൊണ്ട് നീ ആഗ്രഹിക്കുക. വബ്തഗി ഫീമാ ആതാകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് കൊണ്ട് നീ ആഗ്രഹിക്കുക. അദ്ദാറൽ ആഖിറ, ആഖിറത്ത് നീ ആഗ്രഹിക്കുക. അല്ലാഹു തന്നാണല്ലോ കണ്ണ്. നമുക്കൊക്കെ കണ്ണ് കാണാൻ പറ്റുണ്ടല്ലോ. എത്ര ആളുകൾ ഈ ഒരു മാസത്തിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓരോ ദിവസവും ഖുർആൻ ഓതിയ ആളുകൾ എത്ര ഉണ്ടാവും? കണ്ണൊന്ന് കണ്ടിരുന്നുവെങ്കിൽ, കാഴ്ച ശക്തി ഒന്ന് കിട്ടിയിരുന്നുവെങ്കിൽ ആ ഖുർആൻ ഒന്ന് കാണാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാല് അള്ളാഹു നമുക്ക് നൽകിയാണ്. എത്ര ആളുകളുണ്ട് ആ കാലുപയോഗിച്ചുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവർ?
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്ര ആളുകളുണ്ട് നമ്മുടെ വീട്ടിലെ മക്കൾ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ മക്കള് നാളെ പരലോകത്ത് എനിക്ക് കിട്ടണം. നീ ആഗ്രഹിക്കുക, നിനക്ക് നൽകിയ ആ അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നു പറയുമ്പോ അള്ളാഹ് നൽകിയാണല്ലോ ഈ നിഅമത്ത്. ഏത് നിഅമത്ത്? മക്കളാകുന്ന നിഅമത്ത് കൊണ്ട് നമ്മൾ പരാജയപ്പെടും. അള്ളാഹ് നൽകിയത് കൊണ്ട് നീ ആഗ്രഹിച്ചെന്നാ പറഞ്ഞ്. അങ്ങനെ ആവുമ്പോ അള്ളാഹ് നൽകിയതാണല്ലോ ഈ നിഅമത്ത്. ഇതൊരു ഫിത്നയാണ്. ഞാൻ ആ ഫിത്നയില് പരീക്ഷണത്തില് പരാജയപ്പെട്ടു പോകുമ്പോ ഇല്ലേ നോക്കണം. എൻ്റെ മക്കളോട് ഞാൻ +2 പഠിക്കുന്ന അല്ലെ 10ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ മോളോട് ഞാൻ അവന് തൗഹീദ് പറഞ്ഞു കൊടുത്തണോ എന്ന് നമ്മൾ നോക്കണം. എന്തിനാ? ആഖിറത്തിൽ രക്ഷപ്പെടാൻ, ആഖിറത്തിലേക്ക് ഇത് കിട്ടാൻ. ഈ മുതല് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കിട്ടണം. ഇതിനെ ഞാൻ ഇതുകൊണ്ട് എനിക്ക് സ്വർഗം വാങ്ങാൻ അതിന് വേണ്ട ചെയ്തണോ? ചിലപ്പോൾ പല രക്ഷിതാക്കളും പറയുന്നത് അത് കുറച്ച് വലുതാട്ടെ എന്നാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെറുപ്പത്തിൽ തന്നെ കൊടുക്കണം. നമുക്ക് കഴിയുന്ന രൂപത്തിൽ മതപരമായ വിജ്ഞാനത്തിന് ഒരു അഡ്ജസ്റ്റ്മെന്റും നമുക്കുണ്ടാക്കാൻ പാടില്ല. അത് മദ്രസയിലല്ലേ, അതങ്ങനെ മതി എന്ന ഒരു നിലപാടേ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. മദ്രസ പഠനവും അതുപോലെ ദീനീ പഠനവും MSMന്റെ CRE ഒക്കെ നമ്മുടെ യൂണിറ്റിലും നമ്മുടെ പ്രദേശത്തും വളരെ ശക്തമായി കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ സഞ്ചരിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ലോകത്തും കൈകടിക്കും, നാളെ പരലോകത്തും അതിലേറെ ഖേദിക്കും. ഈ ലോകത്ത് കൈകടിക്കുന്ന പല രക്ഷിതാക്കളെയും MSMന്റെ ഒരു ഭാരവാഹിയായിരുന്ന സമയത്തും ഇപ്പൊ ISMൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല രക്ഷിതാക്കളും വന്ന് പറയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ മക്കളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി നിങ്ങളൊക്കെ ഖുർആൻ ക്ലാസ്സിലും അതുപോലെ നിങ്ങളുടെ MSMന്റെ പ്രവർത്തനത്തിലും ഒന്ന് കൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിതാക്കൾ വരികയാണ്. എന്താ? ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കില്ല, ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഞങ്ങളോട് തർക്കുത്തരം പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് ബേജാറാകുന്നു എന്ന് പറയാണ്. കുറച്ചൊക്കെ വലുതായി കഴിയുമ്പോൾ സ്വന്തമായി പൈസ ഒക്കെ ഉണ്ടാകുമ്പോൾ വാപ്പനെ ഇമ്മനെ തന്നെ വേണ്ട. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ആ രക്ഷിതാക്കള് ആലോചിച്ച് നോക്കി. ആ രക്ഷിതാക്കള് രാത്രി കാലങ്ങളിൽ അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ എത്ര നേരമായിരിക്കും കരഞ്ഞ് കണ്ണീരൊലിപ്പിക്കുക. എത്രയോ രക്ഷിതാക്കൾ പറയാണ്, രാത്രി കടന്നിട്ട് ഉറക്കം വരുന്നില്ല. മകള് +2 കഴിയാണ്, പക്ഷെ അവളുടെ പോക്ക് കണ്ടിട്ട് ബേജാറാകുന്നു. ഞാൻ പറഞ്ഞത് കേൾക്കാൻ അവൾ തയ്യാറല്ല, ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അവൾക്ക് ചെവിയിലേ കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ഉറക്കം വരാത്ത രക്ഷിതാക്കൾ എത്രയാണ്. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ? നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഒന്ന് പറയണം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ കൊണ്ടുവരുട്ടോ. എത്ര പാസ്വേഡ് വെച്ചാലും, മോളെ നീ എത്ര പാസ്വേഡ് വെച്ചാലും നീ ഉപയോഗിക്കുന്ന ആ PC-യിലെ ഞങ്ങൾ കാണാതെ നീ ഉപയോഗിക്കുന്ന ഏത് ആപ്പുകളും ഏതും നീ രഹസ്യമാക്കി വെച്ചാലും നാളെ പടച്ച തമ്പുരാൻ കൊണ്ടുവരും. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം അവർക്കുണ്ടാക്കി കൊടുക്കണം. അതിന് കുറവ് വിചാരിക്കണ്ട. നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെ അങ്ങ് കിട്ടിക്കൊള്ളുന്നു. ഇല്ല, അത് കിട്ടണമെങ്കിൽ നമ്മൾ ബോധപൂർവം ഇടപെടണം. ബോധപൂർവം നമ്മുടെ മക്കളെ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമേ അവരവിടെ എത്തുകയുമുള്ളൂ, അവർക്കത് എഫക്റ്റീവ് ആവുകയും ചെയ്യുകയുള്ളൂ. ബോധപൂർവം ചെയ്യണം. അതുകൊണ്ടാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഭാര്യയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബോധപൂർവ്വം വളർത്തിയത്. വിശുദ്ധ ഖുർആനിൽ ആ കഥ പറഞ്ഞ അതുകൊണ്ടാ, അല്ലാതെ ഒരു ചരിത്രം ഇങ്ങനെ പറഞ്ഞെന്നല്ല. നിങ്ങളൊരു ഉപ്പയും ഉമ്മയും ആകുമ്പോൾ മക്കളെ വളർത്തേണ്ടതിന്റെ രൂപം അത് കൃത്യമാക്കി തരാനാ ആ കഥ അവിടെ പറഞ്ഞത്. ഉമ്മ പറഞ്ഞയക്കുന്നതും വാപ്പ കൂട്ടുന്നതും വാപ്പ കൂട്ടിപ്പിടിക്കുന്നതും അങ്ങനെ കൊണ്ടുപോകുന്നതും ഒക്കെ. ഇപ്പൊ ചിലപ്പോ ഇവിടെ ഈ മഹല്ലില് MSMകാർ ഒരു പരിപാടി നടത്തിയാൽ നമ്മുടെ വീട്ടിലുള്ള രക്ഷിതാക്കൾ അത് അറിയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതറിയാതിരിക്കുക എന്നത് നമ്മുടെ ഒരു ദുർബലതയാണ്, അത് നമ്മുടെ പരാജയമാണ്. നമ്മൾ MSMകാർ ഒരു പരിപാടി നടത്തുന്നുവെങ്കിൽ രക്ഷിതാക്കളായ നമ്മൾ അറിയുകയും എൻ്റെ മകനെ ഞാൻ കൊണ്ടുവരും, MSMകാർ വരട്ടെ, അവര് വന്ന് കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കാതെ എൻ്റെ മകനെ അവിടെ എത്തിക്കാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തും എന്നിടത്തേക്ക് നമ്മൾ എത്തണം.
ഇപ്പൊ പലപ്പോഴും നോക്കൂ, നമ്മൾ ഭൗതികപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഇവിടെ ഉണ്ട് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രാവശ്യം ആ മക്കൾക്ക് പിന്നാലെ പോവും? ഇത് ചേർത്തിയോ, ഇത് ജോയിൻ ചെയ്തോ, ഇത് അതിൽ രജിസ്റ്റർ ചെയ്തോ എന്ന് നിരന്തരം ചോദിക്കും. എന്തുകൊണ്ടാ? നീ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ട് എന്ന് ആ ഉമ്മക്കറിയാം. അതുകൊണ്ട് അവര് ഭൗതികപരമായ ഒരു നേട്ടത്തിന് വേണ്ടി തങ്ങളുടെ മക്കളോട് നിരന്തരമായി ചോദിക്കും. എന്നാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്തെങ്കിലും ഒരു പരിപാടി, ദീനിയായ ഒരു പരിപാടി ഉണ്ട് എന്നറിയുമ്പോ അതിന്റെ മെസ്സേജ് ഒരു പക്ഷേ നമ്മൾ കൈമാറിയേക്കാം. പിന്നെ അവൻ ജോയിൻ ചെയ്തോ, അവിടെ പങ്കെടുത്തോ, ആ പരിപാടി എന്നാണെന്നോ അവൻ അവിടെ പോയെന്നോ നമ്മൾ നോക്കുന്നില്ല. പാടില്ല. നമ്മൾ ആ പരാജയം അവിടെയാണ്. ഇന്നലെ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ ബോധ്യപ്പെട്ടൊന്ന്, എത്ര തന്നെ എല്ലാ തരത്തിലുള്ള കളികളും പുറത്ത് കളിക്കുന്ന വിദ്യാർത്ഥികളും ആ മഹല്ല് സംവിധാനത്തിൽ ആ റബീഉൽ അവ്വൽ സംഘടിപ്പിക്കുമ്പോൾ അവിടെ അവർ തൊപ്പിയിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി രക്ഷിതാക്കൾ അവരെ ഉത്സാഹപൂർവ്വം പങ്കെടുപ്പിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്ക്, ഒരു ബിദ്അത്ത് നടക്കുമ്പോൾ ആ ബിദ്അത്തിലേക്ക് പോലും അവരെ കൃത്യമായി എത്തിക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കുന്നത് കൊണ്ട് ആ മഹല്ലുകൾ നോക്കൂ, എല്ലാവരും ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളാണെങ്കിലോ നമ്മൾ കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് മടങ്ങിപ്പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാ. അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിചാരണയുണ്ട്. ഈ മക്കളെയും വെച്ചുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നാളെ വരാനുണ്ട് എന്ന ബോധ്യമുള്ള ആളുകളാ നമ്മൾ. എന്നിട്ട് പോലും പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മളൊരു അലംഭാവുണ്ട്. ഇപ്പം ധാരാളം നടന്നു വരുന്നുണ്ട്. ഇഷ്ടംപോലെ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പല മക്കളും പലതിലും എത്തുന്നില്ല. ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം, ഈ സമ്മേളനത്തിന് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മഹല്ലടിസ്ഥാനത്തിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ അവനെ MSMൽ അംഗമാക്കുകയും ആ MSMന് ഈ നാട്ടിൽ ചില പ്രവർത്തനങ്ങൾ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരുക്കി കൊടുക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അവർ ചെയ്യട്ടെ, ഓല് നേതാക്കന്മാരുണ്ടാകട്ടെ, ഓരായി വരട്ടെ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലെ കുടുംബങ്ങളിലെ ഓരോരുത്തരെയും, ആൺകുട്ടിയെയും പെൺകുട്ടിയെയും സംഘടിപ്പിച്ചുകൊണ്ട് നിരന്തരമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയാലേ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കളെ ഈ പരിസരത്ത് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗം നിങ്ങൾ ആഗ്രഹിച്ചോളൂ എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഈ മക്കള് നമുക്ക് സ്വർഗത്തിന് വേണ്ടി കിട്ടാനുള്ള ഒന്നാ. ഇതെന്നെ നാളെ നരകത്തിനും കിട്ടും. ഇതേ സംഗതി ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്ലാൻ ചെയ്ത് അവർക്ക് പിന്നാലെ കൃത്യമായി കൂടിയില്ല എങ്കിൽ ഇത് തന്നെ മതി നാളെ പരലോകത്ത് നമുക്ക് കഷ്ടപ്പെടാനും നഷ്ടപ്പെടാനും. നോക്കി, നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മുടെ നേർക്ക് ചൂണ്ടിയിട്ട്, നമ്മുടെ മകൻ നമ്മുടെ നേർക്ക് ചൂണ്ടിയിട്ട് പറയാണ്, ഈ ഇപ്പ പല സ്ഥലത്തും പോയി പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ ആ സംഗതി എന്നോടൊന്ന് പറഞ്ഞു തന്ന് അത്തരമൊരു പരിപാടിയിലേക്ക് എന്റെ കൈപിടിച്ചൊന്ന് കൊണ്ടുപോയി അങ്ങനെ ഒരു കാര്യം എന്നെ കേൾപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ ഒരു ഗതികേട് എനിക്ക് വരില്ലായിരുന്നു. കൊടുക്കറപ്പേ ഈ ഉപ്പാക്ക് ഇരട്ടി ശിക്ഷ എന്ന് എങ്ങാനും നമ്മുടെ മുഖത്ത് നോക്കി ആ മകനോ മകളോ പറഞ്ഞാൽ, നോക്കി 10 മാസം 9 മാസം ഗർഭം ചുമന്ന് എത്ര പ്രയാസമാണ് നമ്മുടെ സ്ത്രീകൾ സഹിക്കുന്നത്. ആ സന്ദർഭത്തിൽ എത്ര കഷ്ടപ്പാടാണ്. പുറത്തു വെയിലും തണുപ്പും കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ. ഈ കഷ്ടപ്പാടൊക്കെ നമ്മൾ അറിയുന്നപ്പോഴാ നമ്മളിപ്പോൾ കുറച്ച് വലുതായപ്പാ. ഇപ്പോ എനിക്ക് എൻ്റെ ഉമ്മായുടെയും ഉപ്പായുടെയും കഷ്ടപ്പാട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു കല്യാണം കഴിച്ചപ്പോഴാണ്. എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാട് അറിയുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇത്രയേറെ കഷ്ടപ്പെട്ട് വലുതാക്കി കൊണ്ടുവന്നിട്ട് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുമ്പോ സ്വർഗത്തിലേക്ക് കടക്കാൻ, ആ സുന്ദരമായ സ്വർഗീയമായ സുഖം ആസ്വദിക്കാൻ തടസ്സം മക്കളായി നിൽക്കുക എത്ര വലിയ കഷ്ടപ്പാടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ആഗ്രഹിച്ചോളി. അല്ല നിങ്ങൾക്ക് നൽകിയ ഇതില്ലേ ഓരോന്നുകൊണ്ടും ആഖിറത്ത്. അതുകൊണ്ട് ആ ആഖിറത്ത് ആഗ്രഹിക്കാനുള്ള ഒരു നശ്വരവും നൈമിഷികവുമായ ഈ ദുനിയാവിലാണ് നമ്മളുള്ളത്. ഈ ദുനിയാവിൻ്റെ നശ്വരത നോക്കി എത്ര നശ്വരമായ
ചെറിയ ജീവിതമാണ് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വീക്ഷണത്തിൽ ഈ ലോകമുള്ളത്. നമ്മൾ പലപ്പോഴും ഈ ലോകത്തെ വലുതായി കണ്ടിട്ട്, ഈ ലോകം വലുതായി കണ്ടിട്ട് പലപ്പോഴും ആ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും ഈ ലോകത്തിന് കൊടുത്ത വില എത്ര? വളരെ തുച്ഛം വില മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ ലോകത്തിന്റെ വില എന്ന് പറയുമ്പോൾ ഇതല്ല ഏറ്റവും വിലപിടിപ്പുള്ള ലോകം ഇതല്ല. മറിച്ച് മക്കളെ, വിലപിടിപ്പുള്ള ലോകം എന്ന് പറയുന്നത് നശ്വരമായതല്ല, അനശ്വരമായ ജീവിതമാണ്. പറഞ്ഞു കൊടുക്കണം. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ ലോകത്തെ പറ്റി പറഞ്ഞത് മസലു ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഉ മിനസ് സമാഇ മാഅ. ആകാശത്ത് നിന്ന് വെള്ളം വീഴുന്ന സന്ദർഭത്തിൽ അങ്ങനെ ആ വെള്ളം മുഖേന ചെടികള് തഴുത്ത് അത് വലുതായി വന്ന് നല്ല ഉഷാറായി വരും. എന്നിട്ടോ കുറച്ച് കഴിയുമ്പോൾ അത് വാടിപ്പോകും. ഇതേപോലെ അത്രേ ഉള്ളൂ. ആ ഒരു മഴ പെയ്തുണ്ടാകുന്ന വൃക്ഷങ്ങൾ, ആ സസ്യങ്ങൾ അത് വളർന്നു വലുതായി അവസാനം അത് വാടിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ജീവിതവും ദുനിയാവിലെ ജീവിതവും ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തിയ നമുക്കറിയുന്നതാണ്. നമുക്കല്ലാതെ ഈ പ്രദേശത്ത് എത്ര ആളുകളുണ്ടായിനി? നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടായിനി? എത്ര ആളുകൾ മരിച്ചുപോയി? നമ്മുടെ വീട്ടിലെ തന്നെ എത്ര ആളുകൾ, നമുക്ക് വേണ്ടപ്പെട്ട എത്ര ആളുകൾ മരണപ്പെട്ടു പോയി അല്ലേ? അവരിങ്ങനെ വലുതായി വന്ന് ഒന്ന് കാണാൻ കൊതിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ മരിച്ചുപോയ എത്ര ആളുകളുണ്ട്? അതെ, ഈ ലോകം അത്രേ ഉള്ളൂ, വളരെ നിസ്സാരമാണ്. ദുനിയാവ് എന്ന് പറയുന്നത്, അതിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഖലീൽ, കുറച്ച് മാത്രമാണ്. വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. എന്നാൽ ആഖിറത്ത് എന്ന് പറയുന്നത് അതാണ് ഖൈറ്, അതാണ് അബ്ഖ, അതാണ് എന്നെന്നും ബാക്കിയായി നിൽക്കുന്നത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, പലപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരിക ഈ ദുനിയാവിലെ കുറഞ്ഞ സമയത്തുള്ള ആ നൈമിഷികമായ കാര്യങ്ങളാണ്. അതാണ് വലുത് എന്ന് വിചാരിച്ച് അത് നഷ്ടപ്പെടുമ്പോൾ ടെൻഷൻ അടിച്ച് അതിൻ്റെ പേരിൽ ജീവിതം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എത്രയോ ആളുകൾ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയാണ്, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ദുനിയാവിലെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ തുച്ഛമാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കലുള്ളതോ അതാണ് ഖൈറ്. അതുകൊണ്ടാ സഹാബത്ത് അത് മനസ്സിലാക്കി. പടച്ചതമ്പുരാന്റെ അടുത്തുള്ളത് ഖൈറാണെങ്കിൽ, അതാണ് അബ്ഖയെങ്കിൽ, അതാണ് എന്നൊന്നും നിലനിൽക്കുന്നതെങ്കിൽ എനിക്ക് ദുനിയാവിൽ നഷ്ടപ്പെട്ടാലും ആഖിറത്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയ സഹാബത്തിന്റെ കഥ നമ്മൾ ഒരുപാട് തവണ കേട്ട ആളുകളാണ്. വിശദീകരിക്കേണ്ടതില്ല. അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സിൽ നിന്ന് നടത്തിയ ഒരു സംഭവം നമ്മളൊക്കെ നിരവധി തവണ കേട്ടവരാം. വിശദീകരിക്കാതെ അതിൻ്റെ ചുരുക്കം മാത്രം പറയാം. ഒരു സഹോദരൻ തൻ്റെ മതിൽ കെട്ടുമ്പോൾ അയൽപക്കത്തുള്ള സഹോദരന്റെ ജൂതന്റെ മതില് പറമ്പ് ഈ സഹാബിയുടെ പറമ്പിനോട് അടുപ്പിച്ച, പക്ഷെ ആ രണ്ടിൻ്റെയും ഇടയില ഈത്തപ്പന. ആ സഹാബി പറഞ്ഞു, നിങ്ങൾ ആ ഈത്തപ്പന എനിക്ക് തരിക, എൻ്റെ ഈ മതിലൊന്ന് പൂർത്തീകരിക്കാനാ. പക്ഷേ ആ ഈത്തപ്പന കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ പ്രശ്നത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആ ഈത്തപ്പന ഒന്ന് വിട്ടുകൊടുക്കും. അദ്ദേഹം പ്രവാചകൻ പറഞ്ഞ് കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബിഅനി നഖലതക മുഖാബിലു ബുസ്താനി വഖസ്രി വബിഇരി വഖായിതി. ഈ അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ട്. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകുന്നത്. ഈ ഒരു ഈത്തപ്പന വാങ്ങിയാൽ വലക ഫിൽ ജന്ന, അവർക്ക് ഇനിസ്തറൈത തിൽക നഖല വതറക്തഹാ ലിശ്ശബാബി ഇലാ നഖലിഹി ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. ആ സന്ദർഭത്തിലാണ് അബൂദഹ്ദാ ചോദിക്കുന്നത്, ഈ ഒരു ഈത്തപ്പന വാങ്ങിയാൽ സ്വർഗത്തിൽ എനിക്ക് ഒരു വലിയ പൂന്തോട്ടം, ഒരു വലിയ ഈത്തപ്പനയുടെ ഒരു തോട്ടം തന്നെ ലഭിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈത്തപ്പന കിട്ടുമെങ്കിൽ പ്രവാചകരെ, എന്നാൽ ഞാനിത് വാങ്ങാൻ തയ്യാറാണ്. നോക്കൂ, അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു ഈ വിവരം കേട്ട ഉടനെ അങ്ങനെ പ്രവാചകരെ, ഈ ഒരു ഈത്തപ്പന വാങ്ങിയാൽ എനിക്ക് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന കിട്ടുമോ എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, നാം
കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അബൂദഹദാദ് പറഞ്ഞത്, എന്നാൽ എൻ്റെ ഈ ഈത്തപ്പന എൻ്റെ ഇവിടുത്തെ ഒരു ഈത്തപ്പനല്ല. ആ ആളോട് പറഞ്ഞു, നിങ്ങൾ ആ ഈത്തപ്പന കൊടുക്കി. നിങ്ങൾക്ക് അബൂദഹദാഇന്റെ തോട്ടം എന്ന് പറയുന്നത് പ്രസിദ്ധമാണല്ലോ, നിങ്ങൾക്കും അറിയാലോ. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്റെ പൂന്തോട്ടവും എന്റെ കൊട്ടാരവും എന്റെ കിണറും വഹൈത്തി എന്റെ എല്ലാ മതിലുകളും ഉള്ള ആ ഒരു തോട്ടം ഞാൻ നിങ്ങൾക്ക് നൽകാം. എന്തിന്? നിങ്ങൾ ആ ഒരു ഈത്തപ്പനായ കുടി, ഞാൻ എന്റെ തോട്ടം മുഴുവൻ തരാം. എന്തിനാണ് അബൂദഹദാ ഇത് പകരം കൊടുത്തത്? വലക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിനക്കത് കിട്ടും എന്ന് പറഞ്ഞപ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെയും, ഇങ്ങനെ ജീവിതത്തിൽ അനശ്വരമായ സ്വർഗത്തിൽ എന്തെങ്കിലും ഇതുവഴി കിട്ടുമെങ്കിൽ ഈ നശ്വരമായ ജീവിതത്തിൽ അള്ളാഹു നൽകിയത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്ന സഹാബികളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തെ ഒന്നുകൂടി ക്രമപ്പെടുത്തുക. ഇപ്പോഴുള്ള ജീവിതം നമ്മളിങ്ങനെ വിചാരിക്കും, ഞാനൊക്കെ രണ്ടത്താണി പ്രദേശത്ത് നിന്ന് ഞാനൊക്കെ സ്വർഗത്ത്, ഞാനല്ലാതെ പിന്നെ ആരാ സ്വർഗത്ത് പോവാം? കാരണം ഇവിടെ ഇസ്ലാഹി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾ ഞാനാണ്. അതുകൊണ്ട് ഉറപ്പാണ് ഞാനൊക്കെ അങ്ങ് കഴിച്ചിലാകും, ഞാനൊക്കെ അങ്ങ് പോകും എന്ന ധാരണയാണ് പലപ്പോഴും നമുക്കൊക്കെ ഉള്ളത്. പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങൾ, സത്യത്തിൽ നിങ്ങൾ സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കി, നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ആ ജൂതന്മാർക്ക് തിൽക്ക അമാനിയും എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, അവരുടെ വ്യാമോഹമാണ് ഏത്? ഞങ്ങളെങ്ങാനും ഇനി നരകത്തിൽ പോകുകയാണെങ്കിൽ തന്നെ കുറഞ്ഞ ദിവസം, അയ്യാമ മഅദൂദ, കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഞങ്ങളെങ്ങാനും നരകത്തിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്നവർ വ്യാമോഹിച്ചതുപോലെ നമ്മുടെയും ഒരു വ്യാമോഹമുണ്ട്, നമ്മളൊക്കെ സ്വർഗത്ത് പോകും എന്നുള്ളൊരു വ്യാമോഹമാണ്. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടി വർക്ക് ചെയ്യുകയും വിശ്വാസം ആ നിലക്ക് നമ്മൾ ഉഷാറാക്കിയെടുക്കുകയും ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലേ നമ്മളെ സ്വർഗത്തിലേക്ക് കടത്തിവിടൂ. നിങ്ങളിൽ നിന്ന് ആരാണ് യഥാർത്ഥ മുജാഹിദെന്ന് പടച്ച തമ്പുരാൻ അറിയണം. ആ ജീവിതത്തെ ലക്ഷ്യം വെച്ച്, പരലോക ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ആള് ആര് എന്ന് വളരെ കൃത്യമായി പടച്ച തമ്പുരാന് ബോധ്യപ്പെട്ടാൽ മാത്രമേ സ്വർഗത്തിലേക്ക് കടക്കൂ. അപ്പൊ നമ്മള് പെട്ടെന്ന് അങ്ങ് കഴിച്ചിലാകും എന്ന് വിചാരിക്കണ്ട. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അങ്ങ് കഴിച്ചിലാകും എന്ന് വിചാരിക്കണ്ട. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നൊന്ന് നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം ഈ സമയം വരെ ഞാൻ ചെയ്ത ഇബാദത്തുകളെ സംബന്ധിച്ച് മാത്രം ഒന്നെടുത്താൽ മതി. നിങ്ങൾ ചെയ്ത ഇബാദത്തുകളിൽ നമസ്കാരമാകുന്ന ഇബാദത്ത് എത്രമാത്രം ഖുശൂഅോടുകൂടി ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നതിനിടയിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് പറയാൻ എത്ര ആളുകൾക്ക് പറ്റും? എന്നിട്ടും നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെ കഴിച്ചിലാവുന്നു. നമ്മുടെ നമസ്കാരം പോലും ഒരു വേള പടച്ച തമ്പുരാനെങ്ങാനും ആ നമസ്കാരത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഒരു പരിശോധന നടത്തിയാൽ, സഹോദരിമാരെ സഹോദരങ്ങളെ, ഒരൊറ്റ നമസ്കാരം പോലും, സ്വീകാര്യയോഗ്യമായ നമസ്കാരം പോലും നമുക്കുണ്ടാവില്ല. എന്നിട്ടും നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ സ്വർഗത്ത് പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യണം. പടച്ച തമ്പുരാന്റെ അടുക്കലുള്ള ബാക്കിയായ അനശ്വരമായി കിട്ടുന്ന ആ പരലോകത്തെ നിങ്ങളുടെ അടുത്തുള്ളത് തീർന്നു പോകും, അള്ളാഹുവിന്റെ അടുക്കലുള്ളത് അവശേഷിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ബാക്കിയാകുന്ന സ്വർഗത്തിലേക്ക് വേണ്ടി ഇവിടെ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ നശ്വരമായ ജീവിതം, അതിൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ല എങ്കിൽ നമുക്ക് പരാജയത്തിന്റെ, ഇവിടെയും പരാജയം അവിടെയും പരാജയം. ഇവിടെ എന്താ പരാജയം? ഇവിടെ പലരും ആസ്വദിച്ച് ജീവിക്കുക. ഓരോ കുട്ടികളും, പെൺകുട്ടികളൊക്കെ പറയാണ്, പല കുട്ടികളും അവരുടെ വസ്ത്രമൊക്കെ, എല്ലാ വസ്ത്രവും തുറന്നിട്ട് സുന്ദരമായി പാറിപ്പറക്കുകയാണ്. ഞങ്ങളിങ്ങനെ കൂട്ടിപ്പിടിച്ച് മഫ്തട്ട് എല്ലാം മൂടി ഇങ്ങനെ പൊതിച്ച് നടക്കുകയാണ്. എന്തൊരു കഷ്ടാണ് എന്ന് പറഞ്ഞ് കുട്ടികൾ നമ്മളോട് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കണം, മോളെ ഇത് കുറച്ചേ ഉള്ളൂ, ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. നീ ഈ പാലിക്കുന്ന ജീവിതമല്ലേ
തിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിന്റെ പരിധികളാ. നീ അത് പാലിച്ച് നടന്നാൽ നിനക്ക് സുന്ദരമായ ഒരു ലോകം വരാനുണ്ട്. ഇവിടെ കുറച്ചല്ലേ ഉള്ളൂ, അവിടെ അനശ്വരം. ആ ബോധ്യപ്പെടുത്താൻ, അങ്ങനെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ അവരെ നമ്മൾ പ്രാപ്തമാക്കണം. നമ്മൾ പ്ലാൻ ചെയ്യുന്ന വേണം, അങ്ങനെ പറഞ്ഞൊടുക്കന്നെ വേണം. എന്നിട്ട് ആ രൂപത്തിൽ നമ്മൾ ആയി കഴിയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കൂ. ഇവിടെയും വിജയിക്കൂ, അവിടെയും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പരാജയം നമ്മളെല്ലാം കെട്ടിപ്പൂട്ടി ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോൾ അവിടെയും വിട്ടാലോ? തിൽക്ക ഖസിറ ദുനിയ വല്ലാഖിറ എന്ന് പറഞ്ഞില്ലേ, ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ട ആളുകൾ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അതാവാൻ പാടില്ല, അതാവാൻ പാടില്ല. ഇവിടെയും നഷ്ടപ്പെടുക, നാളെ അള്ളാഹുവിന്റെ അടുത്ത് നഷ്ടപ്പെടുക. ഇവിടെ അങ്ങനൊക്കെ ജീവിച്ച് ഒരുപാട് ആസ്വാദനങ്ങളെ വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് നാളെ പടച്ച തമ്പുരാന്റെ അടുക്കലെത്തിയപ്പോ നമസ്കാരമാകുന്ന പ്രവർത്തനത്തിൽ ഫാൾട്ട് ഉണ്ട്, സക്കാത്ത് കൊടുത്തതിൽ ഫാൾട്ട് ഉണ്ട്, ഹജ്ജ് ചെയ്തതിൽ ദുർബലമാണ്, ഉംറ ചെയ്തത് സ്വീകരിച്ചിട്ടില്ല, സൽക്കർമ്മങ്ങൾ ചെയ്തതിൽ പലതും പാളിപ്പോയി. റിസൾട്ട് എടുത്തു നോക്കുമ്പോ ഒക്കെ മൈനസ് ആണ് വരുന്നതെങ്കിലോ അവിടെയും നഷ്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നഷ്ടപ്പെടാൻ പാടില്ല. അതിന് നല്ല നല്ല ഒരു പ്ലാനിങ് വേണം. ചെയ്താ പോരാ, ആ ചെയ്യുന്നത് അള്ളാഹുവേ നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ്, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാ ഞാൻ ഈ ചെയ്യുന്നത് എന്ന ബോധ്യം വേണം. വേണ്ടെന്ന് വെക്കുന്നതും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകണം. റബ്ബേ, ഞാൻ ഇവിടെ മറക്കുന്നത്, ഇത് കാണാതെ ഔറത്ത് കാണിക്കാതെ നടക്കുന്നത്, റബ്ബേ നിന്റെ ഒരു കൽപ്പന ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്. റബ്ബേ, എനിക്ക് ഇവിടെ തുറന്നിട്ട് നടന്നാൽ ഒരുപാട് ആളുകൾ സ്വീകരിക്കാനുണ്ട്, പിന്നാലെ പോരാനുണ്ട്. പക്ഷേ ഞാൻ മറച്ചു വെക്കുന്നത് ബിമാ സബർതും ഓർഫത്തുൻ, ആ ഒരു റൂം ആഗ്രഹിച്ചുകൊണ്ടാ, സ്വർഗത്തിലെ ആ മുറി ആഗ്രഹിച്ചുകൊണ്ടാ ഇവിടെ ഞാൻ ക്ഷമയോടുകൂടി കഴിയുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ഈ ദുനിയാവിക ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ജീവിതത്തിൽ ഇവിടെയും അവിടെയും വിജയിക്കാൻ കഴിയും. ഇല്ലാതെ മരിച്ചുപോയ ആളുകൾ അവരുടെ വിലാപങ്ങളെ സംബന്ധിച്ച് എമ്പാടും നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഈ അടുത്ത് ആപ്പിളിന്റെ CEO പറഞ്ഞത്, അദ്ദേഹം മരിക്കാൻ നേരത്ത് പറഞ്ഞത് നമ്മളൊക്കെ ഫേസ്ബുക്കിലൂടെ വായിച്ചു. ഇന്നലെ ഞാൻ വായിച്ചു ഒന്ന്, ലതാ മങ്കേഷ്കറിന്റെ അവസാനം ഈ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു പിന്നണി ഗായികയായിരുന്ന ലതാ മങ്കേഷ്കർ അവസാനം അവരുടെ ആശുപത്രി കിടക്കയിൽ നിന്ന് പറയുന്നുണ്ട്, മരണത്തെക്കാൾ സത്യമായ മറ്റൊന്നും ഈ ലോകത്തില്ല. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ബ്രാൻഡ് കാറ് എൻ്റെ ഗാരേജിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ വിവിധങ്ങളായ ഡിസൈനുകളും നിറങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ ഷൂകളും വില കൂടിയ സാധനങ്ങളും എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അതുപോലെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളമായി പണമുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് പ്രയോജനപ്പെടുന്നില്ല. എൻ്റെ വസ്ത്രം, എൻ്റെ മുടി സ്റ്റൈലാക്കാൻ 6ഓളം ആളുകളെ നിയമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ ആശുപത്രിയിൽ എനിക്ക് അവരൊന്നും ഒരു ഉപകാരവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ നേടിയപ്പോൾ കൊട്ടാരം പോലെയുള്ള ഒരു വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ഈ ചെറിയ കട്ടിലാണ് ഇപ്പോൾ എനിക്കുള്ളത്, അതെനിക്ക് ഉപകരിക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിലാപങ്ങൾ പറഞ്ഞ് അവസാനം അവർ പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിലെ 5 നക്ഷത്ര ഹോട്ടലുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം ഈ ആശുപത്രിയിൽ എന്നെ കൈത്താങ്ങാൻ 2 ഭാഗത്തും 2 നഴ്സുമാർ നിന്നുകൊണ്ട് എന്നെ താങ്ങിക്കൊണ്ടുപോകുന്ന ഈ അവസ്ഥ, അത് മാത്രമാണ് എനിക്കുള്ളത്, എനിക്ക് ബാക്കിയായി ഒന്നുമില്ല എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഈ പളപളപ്പ് കഴിഞ്ഞ് അവസാനം നമ്മളിങ്ങനെ ചെറുതാവുന്ന ഒരവസ്ഥയുണ്ട്. ജീവിതം അങ്ങനെയാണല്ലോ. നമ്മൾ ചെറുതായി വന്ന് അങ്ങനെ ഒരു യുവത്വത്തിലേക്ക് വന്ന് വാർദ്ധക്യത്തിലേക്ക് വന്ന് അവസാനം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോണല്ലോ. ആ വിട പറഞ്ഞു പോകുമ്പോൾ വിശ്വാസമില്ലാത്ത ഈ ജീവിതത്തെ മാത്രം ലക്ഷ്യം കണ്ട് ജീവിച്ച ആളുകൾ അവസാനം അവർക്ക് മുമ്പിലേക്ക് വരുമ്പോൾ അവരിങ്ങനെ തരിച്ചു നിന്ന് പോവുകയാണ്.
സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്കിനോടൊപ്പം ജവാബ് പറഞ്ഞ എത്ര ആളുണ്ടാവും? അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച എത്ര ആളുണ്ടാവും? നമ്മൾ എന്താ വെച്ചിട്ടുണ്ടോ, നമ്മൾ പ്ലാൻ ചെയ്താലേ ആ പ്രവർത്തനത്തിൻ്റെ ഫലം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ ജീവിതത്തിൽ ഓരോന്നും അങ്ങനെ ശ്രദ്ധിച്ചു പോയി. ഞാൻ അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ലതാ മങ്കേഷ്കർ പറഞ്ഞത്, അവർക്ക് ഈ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടായിട്ടും മരണത്തെ തടുത്തു നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മരണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. കുല്ലിന്നൽ മൗതല്ലദീന തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നമ്മൾ ആ മരണത്തിൽ നിന്നാണ് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓടുകയാണ്, ഓരോ ദിവസവും ഓടുകയാണ്. എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് എന്നറിയില്ല. ഇപ്പം ഞാൻ പ്രസംഗം കഴിഞ്ഞ് എൻ്റെ വീട്ടിലെത്തുമെന്ന് അറിയില്ല. അതിന് എത്രയോ യാത്ര ചെയ്യാനുണ്ട്. ഏത് വാഹനത്തിനടിയിലാണ്, എവിടെ വെച്ചാണ് നമ്മുടെ മരണം എന്നറിയില്ല. നമ്മൾ അവിടുന്ന് ഓടുകയാണ്. പക്ഷേ അലി റളിയല്ലാഹു പറഞ്ഞ പോലെ അതിങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മൾ അതിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഓടിച്ചെല്ലാണ്. മരണം നമ്മുടെ നേരെ ഇങ്ങനെ വരികയാണ്. ആഖിറത്ത് ഇങ്ങോട്ട് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അത് നേടിയെടുക്കാൻ കൃത്യമായ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലേ നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു അബദ്ധത്തിൽ നമ്മളങ്ങ് ജീവിച്ചു പോയാൽ കിട്ടുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് അവസാനമായും നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത്. നമ്മൾ അതിനു വേണ്ടി പണിയെടുക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നത് വരെ ആഖിറത്തിലേക്ക് എനിക്ക് കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. മരിച്ചു കഴിയുമ്പോൾ സന്തോഷത്തോടു കൂടി അവസാന നിമിഷങ്ങളിലും സമാധാനത്തിൻ്റെ വർത്തമാനം കേട്ട് ആ സമാധാനത്തിൻ്റെ മാലാഖമാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി അവസാനം അള്ളാഹുവിൻ്റെ അടുക്കൽ വിചാരണ പൂർത്തിയാക്കി ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. മാഷാ അല്ലാഹ്. നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ കിതാബ് നൽകിയിട്ട് വിജയിച്ചു. ആ നരകത്തിയിൽ നിന്ന് നമ്മളെ മാറ്റിയിട്ട് സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഫാസ്, നമ്മൾ വിജയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും പടച്ചതമ്പുരാന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുക. അതിനുവേണ്ടി വിവിധങ്ങളായ പദ്ധതികളാണ് നമ്മുടെ ഈ മഹല്ല് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ പദ്ധതികളിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ഇവിടെ ഇല്ല. പലരും വിദേശത്താണ്. നമ്മുടെ പല മക്കളും അല്ലാഹുവേ, അവർക്കെല്ലാം അവരുടെ ജോലിയിൽ ബർക്കത്തിനെ റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലുമെല്ലാം അതിലെല്ലാം റഹ്മത്തും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രായം ചെന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. പലരും പ്രയാസപ്പെട്ടാണ് ഇവിടെ എത്തിയത്. പല മാതാപിതാക്കൾക്കും ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു സമ്മേളനം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷിക്കുന്ന ആളുകളുണ്ടാവും. റഹ്മാനായ നാദാം, റഹീമായ നാദാം, ഗഫൂറായ നാദാം, ആ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ജീവിതത്തെ ഇത്രമേൽ ഞങ്ങൾ ക്രമപ്പെടുത്തി വളരെ സൂക്ഷ്മതയോടുകൂടി സംസാരത്തിലും നടത്തത്തിലും നോട്ടത്തിലുമെല്ലാം ഇത്രയേറെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകുന്നത് പടച്ചതമ്പുരാനെ നിന്റെ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഇസ്സത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അല്ലാഹുവേ, അവർക്ക് നീ കാരുണ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ, അവരുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. ജീവിത ലക്ഷ്യം എന്ന വിഷയം വളരെ ഹൃദ്യമായി നമ്മോട് പങ്കുവെച്ച ബഹുമാന്യനായ ഹാഫിസ് റഹ്മാൻ മദനി പുത്തൂർ അവർക്ക്
ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമസ്കാരത്തിനുള്ള ഇടവേളയാണ്. എല്ലാവരും പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി പോവുക. അത് കഴിഞ്ഞാൽ അടുത്ത സെഷൻ വനിതാ സമ്മേളനമാണ്. വനിതാ സമ്മേളനത്തിലെ പ്രസീഡിയത്തിലും വനിതകളാണ്.